ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പരിപാടിയിലേക്ക് സ്വാഗതം. യെസ്, അങ്ങനെ എല്ലാവർക്കും വിഷിംഗ് യു എ വെരി ഹാപ്പി ന്യൂ ഇയർ. ഒരു ഹെൽത്തി ആൻഡ് പ്രോസ്പെറസ് ന്യൂ ഇയർ ആയിരിക്കട്ടെ 2025. നമുക്ക് നല്ല നല്ല മൂവീസ് കിട്ടട്ടെ. വി ആർ ലുക്കിംഗ് ഫോർവേഡ് ഫോർ മെനി മൂവീസ് ആക്ച്വലി. യെസ്, അപ്പോൾ അതൊക്കെ നല്ല സക്സസ് ആവട്ടെ. അപ്പം നമ്മൾ ഇന്ന് ഫസ്റ്റ് വീഡിയോ റിയാക്ട് ചെയ്യാൻ പോവാണ്. 2025 ഫസ്റ്റ് റിയാക്ഷൻ വീഡിയോ ആണ് നമ്മുടെ ഗെയിം ചേഞ്ചറിന്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. യെസ്, നമുക്കറിയാം രാംചരന്റെ മൂവിയാണ്. ഇതിന്റെ സോങ്സ് എല്ലാം ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. മകരസംക്രാന്തി റിലീസ് ആണ് മൂവി. 10th ജനുവരിക്ക് റിലീസ് ആവുന്ന മൂവി. അപ്പോൾ നമുക്ക് എളുപ്പം ഇതിന്റെ ട്രെയിലർ ആയിട്ട് പകരങ്ങൾ സംസാരിക്കാം. కడుపు నిండా 100 ముద్దలు తినే ఏనుగు ఒక్క ముద్ద వదిలిపెడితే పెద్దగా దానికి వచ్చే నష్టమేం లేదు. కరప్షన్, లక్ష చీమలకి ఆహారం. బ్యాక్గ్రౌండ్ స్కోర్ లుక్స్. నేను మీ దగ్గర అడిగేది కూడా ఆ ఒక్క ముద్ద మాత్రమే. కలెక్టర్ కి ఆకలిస్తుందంట, ఓ ముద్ద అన్నం అడుగుతున్నాడు. బ్యాక్గ్రౌండ్ స్కోర్ మల్టిపుల్ లుక్స్, డిఫరెంట్ లుక్ అല്ലേ. వాటిని సేవ చేయడానికే కానీ సంపాదించడానికి కాదు. నేను సైడ్ సెట్ మనిషి స్ట్రైట్ ఫార్వర్డ్ సార్, బాడీ మాత్రమే సైడ్ వెళ్తుంది. ఎవరైనా మీ భార్యని కొన్ని సెకండ్స్ గుచ్చి చూస్తా ఉంటే ఇలాగే వదిలేస్తారు సార్. తను ఎవరు ఒక్క సెకండ్ నుంచి చూడలేరయ్యా. అవును సార్. నీకు నాకు సెట్ అవుతుంది. ఒక మంచి జరగాలంటే ఏళ్ల తరబడి ఎదురు చూడకూడదు మామ, ఒప్పుకో. పవర్ బొబ్బిలి మోపిదేవి అనే నేను ఆంధ్రప్రదేశ్ ముఖ్యమంత్రిగా దైవ సాక్షిగా ప్రమాణం చేస్తున్నాను. జయరాం. Have a blast. അത് അടിപൊളിയായിരുന്നു. నువ్వు 5 సంవత్సరాలు మాత్రమే మినిస్టర్. నేను చనిపోయే వరకు IAS. బ్యాక్గ్రౌండ్ స్కోర్, సౌండ్ ఎఫెక్ట్స్ వేరే లెవెల్ సాంగ్. అయిందిరా, అయిందా? రాసివరా, రానా రాకి రాస్ సార్కి సార్. సర్కి సార్. అన్ప్రెడిక్టబుల్. ഓക്കെ, അതല്ല എൻഡിങ് വന്നപ്പോ ഒരു അബ്രപ്റ്റ് കട്ട് പോലെ തോന്നി. ലുക്സ് ഗുഡ്. ഓക്കെ, ഒരു മാസ് പൊളിറ്റിക്കൽ എന്റർടൈൻമെന്റ് ഡ്രാമ എന്ന് പറയാം അല്ലേ. നമ്മളിത് നേരത്തെ കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന്റെ കോർ വിച്ച് ഇസ് വെരി ഫെമിലിയർ. നമുക്ക് എല്ലാം പറയുന്ന പോലെ കറപ്ഷനും പൊളിറ്റിക്സും റിലേറ്റഡ് ആയിട്ട് തന്നെയാണ്. പക്ഷെ അതിലുപരി ലൈക്ക് ഇറ്റ്സ് എ മിക്സ് ഓഫ് എവറിഥിങ്. കുറെ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഈവൻ ദോ നമുക്ക് ഈ പ്ലോട്ട് ഇതാണെന്ന് അറിയാം. ആ ട്രെയിലറിൽ അങ്ങനെ ഒന്നും അങ്ങനെ റിവീലിംഗ് ആയിട്ടൊന്നും കാണിച്ചു തന്നിട്ടില്ല. ഒരു കാര്യം എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ട്. ബിക്കോസ് സെപ്പറേറ്റ്ലി ഇല്ലായിരുന്നു. അപ്പൊ നമ്മൾ ഓവറോൾ ഊഹിച്ചാണ് എടുത്തിരിക്കുന്നത്. അതിനകത്ത് നമ്മുടെ രാംചരന് മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ്. അതാണ് ഇവിടെ നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത്. ബിക്കോസ് ഹി ഈസ് ഇൻടു മൾട്ടിപ്പിൾ ലുക്സ്. കാരണം നമ്മളൊരു സ്റ്റുഡന്റ് ലുക്ക് കണ്ടു, IAS ഓഫീസർ കണ്ടു, അതെ, ഒരു അച്ഛന്റെ വേഷവും കണ്ടിട്ടുണ്ടായിരുന്നു, അമ്മ എന്ന് വിളിക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ എനിക്കൊന്ന് ഹി ഈസ് പ്ലേയിങ് ദ ഫാദർ ആൻഡ് സൺ ആ ബോത്ത് റോളും ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആൻഡ് ഒരു ടൈം പീരീഡും കാണിക്കുന്നുണ്ട് ആണെന്നാണ് എന്റെ ഒരു മാസ് സംഭവങ്ങളൊക്കെ ആയിരുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊള്ളാം. തമന്നസ് ആണ് മ്യൂസിക്, അടിപൊളി സ്വാഗ് ഒക്കെ തരുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ. As I said, ഒരു മാസ് എന്റർടൈൻമെന്റ് മൂവി അല്ലേ. Yes, and like he said, unpredictable എന്ന് പറയുന്ന പോലെയൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ യെസ്, എനിക്ക് തോന്നുന്നു ലൈക്ക് ഒരു സ്ഥലത്ത് അവരുടെ ഒരു കോർ തീം ഉണ്ട്, കറപ്ഷൻ ഉണ്ട്. ആൻഡ് അതർ ദാൻ ദാറ്റ് അവര് ആക്ഷൻ ഫോക്കസ് ചെയ്യുന്നുണ്ട്. യെസ്, SJ സൂര്യാണ് അതിനകത്ത് നമ്മുടെ കറപ്റ്റ് ചീഫ് മിനിസ്റ്റർ. അതിനകത്ത് പറയുന്നുണ്ട്, നിങ്ങൾ 5 വർഷം ഉണ്ടാവുള്ളൂ, ഞാൻ
IAS ഓഫീസർ ഫുൾ ലൈഫ് ടൈം ആണ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ കോമഡി സീൻസ് ഉണ്ട്, അത് നമ്മൾ പിന്നെ മറ്റേ ലവ് ആംഗിൾ അത്ര കാണിച്ചില്ല. എന്നാലും എനിക്ക് തോന്നുന്നു മറ്റേ നമ്മുടെ ആക്ട്രസിന്റെ പേര് കിയാറ. കിയാറ. ഐ തിങ്ക് കിയാറിന്റെ പ്രത്യേകിച്ച് ആ ഒരു റോൾ ഉണ്ടോ അതിനകത്ത്, സ്ട്രോങ് റോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ ട്രെയിലറിനകത്ത് അത്രയും കാണിച്ചില്ല. ഈ പാട്ടും ലവ് ഇൻട്രസ്റ്റ് എന്ന രീതിയിൽ മാത്രം. പിന്നെ നമ്മുടെ ജയറാമേട്ടനും ഉണ്ടല്ലേ മൂവിക്കകത്ത്. പിന്നെ എനിക്കൊന്നും ഇപ്പം ഹീസ് പ്ലേയിങ് എ ലോട്ട് ഓഫ് ഡിഫറെന്റ് ലാംഗ്വേജിൽ കുറെ ക്യാരക്ടേഴ്സ്. അതെ, എങ്ങനെ മെയിൻ കഥാപാത്രമായിട്ടല്ലെങ്കിലും ഹീസ് ലൈക്ക് എല്ലാം എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് പല പല റോൾസ് ആയിട്ട്. ആൻഡ് ദാറ്റ് ഇസ് വെരി കമൻഡബിൾ എന്ന് ഞാൻ പറയത്തുള്ളൂ. അപ്പൊ ഇതിനകത്ത് കുറെ ക്യാരക്ടേഴ്സിനെ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ എല്ലാം ആക്ഷൻ സീനും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇതായിരുന്നു നമ്മുടെ റിയാക്ഷൻ, നമ്മുടെ ഫസ്റ്റ് റിയാക്ഷൻ ഫോർ നമ്മുടെ ഗെയിം ചേഞ്ചറിന്റെ. യെസ്, ഇന്ന് ഇവരുടെ എനിക്കൊന്ന് ഇത് എന്തായിരുന്നു ഹൈദരാബാദിൽ ഇതിന്റെ ലോഞ്ച് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പം കാത്തിരിക്കാം. ഇപ്പൊ മൂവി വന്നു കഴിഞ്ഞാൽ ബാക്കി പറയാൻ പറ്റത്തുള്ള എങ്ങനെയാ സംഭവം അല്ലെ. സ്റ്റോറി ഈസ് ദ മെയിൻ തിങ്. യെസ്, ആൻഡ് വൺ മോർ തിങ്, ലൈക്ക് നമ്മളെ ഇടയ്ക്ക് വെച്ചിട്ട് രംഗസ്ഥലൻ ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. കാരണം നമ്മള് 2-3 മൂവീസ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചതാണ്. ഇടയ്ക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്കിന്റെ ഇഷ്യൂ വന്നപ്പോഴാണ് നമ്മൾ ഡ്രോപ്പ് ചെയ്തത്. ഇഫ് യു ഗൈസ് വാണ്ട് us to continue that, do comment down below. We will be continuing.